ഹായ് ഓൾ, ഇന്ന് നമ്മൾ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രാറ്റിക്സിന്റെ സ്പെഷ്യൽ കേസസ് ആണ് നമ്മൾ നോക്കുന്നത്. സ്പെഷ്യൽ കേസസ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ 5 മെഷർമെന്റ്സ് ഇല്ലാതെ അതിൽ കുറഞ്ഞ നമ്പർ ഓഫ് മെഷർമെന്റ്സും വെച്ചിട്ട് നമ്മൾ എങ്ങനെ വരയ്ക്കുന്നതാണ് പറയുന്നത്. ഈ സ്പെഷ്യൽ കേസസിലൊക്കെ നമ്മൾ ആ ക്വാഡ്രാറ്റിക്കിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ ഫിഗർ വരയ്ക്കുക. അപ്പം നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എ സ്ക്വയർ ഓഫ് സൈഡ് 4.5 സെന്റിമീറ്റർ. സൈഡ് 4.5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് സ്ക്വയറിന്റെ. അപ്പം നമുക്ക് എന്ത് അറിയാം? സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓൾ ആംഗിൾസ് ആർ 90 ഡിഗ്രി എന്ന് പറയാം. എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്. ABCD ഇത് 90 ആണ്, ഇത് 90 ആണ്, ഇത് 90 ആണ്, ഇത് 90 ആണ്. ഇപ്പൊ നമുക്ക് ഡ്രോ ട്രയാങ്കിൾ ABC വിത്ത് ആംഗിൾ B ഈക്വൽ ടു 90 ഡിഗ്രി. ABC പറയുന്ന ട്രയാങ്കിൾ വരയ്ക്കാം. ആൻഡ് AB ഈക്വൽ ടു 4.5 സെന്റിമീറ്റർ, BC ഈക്വൽ ടു 4.5 സെന്റിമീറ്റർ. സ്ക്വയർ ആണ്, രണ്ട് സൈഡും 4.5 സെന്റിമീറ്റർ ആണ് നമുക്കറിയാം. അപ്പൊ നമുക്ക് ABയും BCയും 4.5 സെന്റിമീറ്റർ ആയിട്ട് നമുക്ക് ആംഗിൾ B ഈക്വൽ ടു 90 ഡിഗ്രിയിൽ നമുക്ക് വരയ്ക്കാം. ഏത് റൂൾ വെച്ചിട്ട്? SAS റൂൾ വെച്ചിട്ട്. അപ്പൊ നമ്മൾ ട്രയാങ്കിൾ ABC വരച്ചു. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? ലൊക്കേറ്റ് പോയിന്റ് D 4.5 സെന്റിമീറ്റർ ഫ്രം A ആൻഡ് 4.5 സെന്റിമീറ്റർ ഫ്രം C. സിന്ന് ഏന്ന് 4.5 സെന്റിമീറ്ററിൽ നമുക്ക് D വരയ്ക്കാം. ജോയിൻ AD ആൻഡ് CD ടു ഫോം ദ സ്ക്വയർ ABCD. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Is it possible to construct a rhombus ABCD where AC equal to 6 cm and BD equal to 7 cm? Justify your answer. നമ്മളോട് എന്താ ചോദിച്ചത്? ഒരു റോംബസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ എന്ന്. എങ്ങനെ? AC ഈക്വൽ ടു 6 സെന്റിമീറ്റർ, BD ഈക്വൽ ടു 7 സെന്റിമീറ്റർ. AC എന്ന് പറയുന്ന ABCDന്റെ ഡയഗണൽ ആണ്. ഇതാണ് നമ്മളുടെ റോംബസ് എന്ന് വിചാരിച്ചോളൂ. അപ്പൊ ABCD AC എന്ന് പറയുന്നത് ABCD ഡയഗണൽ ആണ്. അതേപോലെ BD എന്ന് പറയുന്നതോ അതും ABCD ഡയഗണൽ ആണ്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. റോംബസ് നമുക്ക് വരച്ചൂടെ? എങ്ങനെ? we know that the diagonals of a rhombus are perpendicular bisectors of each other. നമുക്ക് എന്താ അറിയാം? ഡയഗണൽസ് ഓഫ് എ റോംബസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? 7 സെന്റിമീറ്ററുള്ള BD നമ്മൾ വരയ്ക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് BDന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾക്ക് വരയ്ക്കണം. BDന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കാം? ആദ്യം നമ്മൾ Bയിൽ കോമ്പസ് വെച്ചിട്ട് ഹാഫിനെക്കാട്ടും കൂടുതലുള്ള ഒരു വാല്യൂ എടുത്തിട്ട് നമ്മൾ ആർക്ക് കട്ട് ചെയ്യും, മുകളിലും താഴ്ത്തും. അതേപോലെ Dയിൽ കോമ്പസ് വെച്ചിട്ട് അതേ ലെങ്ത് എടുത്തിട്ട് നമ്മൾ ആർക്ക് കട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമുക്ക് അവിടെ കിട്ടും. പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. എന്നിട്ട് നമുക്ക് എന്ത് വേണം? AC ഈക്വൽ ടു 6 സെന്റിമീറ്റർ ആണ്, മൊത്തം 6 ആണ്. അപ്പൊ നമുക്ക് ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3 ആണ്. അപ്പം O. അപ്പൊ ഓന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 3 സെന്റിമീറ്ററും ഇവിടെ 3 സെന്റിമീറ്ററും എടുക്കാം. 3 സെന്റിമീറ്റർ, ഇവിടെ 3 സെന്റിമീറ്റർ. ഇത് 7 സെന്റിമീറ്റർ ആണ്. 7 സെന്റിമീറ്ററിന് 3.5ഉം ഇവിടെ 3.5. എന്നിട്ട് കണക്ട് ചെയ്യാം. ഇതാണ് നമ്മളുടെ റോംബസ്. അപ്പൊ നമ്മൾ ആദ്യം സ്റ്റെപ്പ് എങ്ങനെയാ? ആദ്യം ഡ്രോ BD ഈക്വൽ ടു 7 സെന്റിമീറ്റർ. ഡ്രോ പെർപെൻഡിക്കുലർ bisector of BD. Mark A and C at 3 centimeter from the joining point from O. From O എന്ന് പറഞ്ഞാൽ പിന്നെന്താ? Connect A to B and D and C to B and D to form rhombus ABCD. അപ്പൊ നമുക്ക് റോംബസ് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. രണ്ട് ഡയഗണൽസിന്റെ വാല്യൂ മാത്രം തന്നാലും നമുക്ക് റോംബസ് വരയ്ക്കാൻ പറ്റും.